നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സായം സന്ധ്യയിൽ ക്രൈസ്റ്റ് മിഷൻ ഫോർ പ്രസൻറ്റ് ആനുവൽ കൺവെൻഷനായി നടക്കുന്ന ഈ യോഗത്തിൽ കർത്താവിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ സർവശക്തനായ ദൈവം എനിക്ക് ഒരുക്കി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ യോഗത്തിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും, വിശേഷാൽ ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മോസസ് അവറുകൾ, ഇന്ന് മുഖ്യമായ സന്ദേശം അറിയിപ്പാൻ കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്തദാസൻ ഡോക്ടർ മുരളീധരൻ സാർ അവറുകൾ, അതുപോലെ വേദിയിലായിരിക്കുന്ന അഭിഷിക്തന്മാർ, സദസ്സിലായിരിക്കുന്ന അനേക അഭിഷിക്തന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഞാൻ മോസസ് പാസ്റ്ററെ പരിചയപ്പെടുന്നത് 93-ലാണ്. താൻ ജയിൽ സുവിശേഷീകരണമായി ജയിലിൽ വരുന്ന സമയത്താണ്, ജയിലിൽ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. ജയിലിൽ അന്ന് ഞാൻ മിഷണറിയായിട്ട് പോയതൊന്നുമല്ല, ഒരു കുറ്റവാളിയായി കിടക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ കണ്ടെത്താൻ അവസരം ലഭിച്ചത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ജന്മദേശം ചോറ്റാനിക്കരയാണ്. ചില മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കർത്തദാസൻ ചോറ്റാനിക്കരയിൽ വന്ന ഐശ്വര്യമായ ദൈവവചനം സംസാരിച്ചത് ഞാൻ ഓർക്കുന്നു. എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയരെ, സുവിശേഷത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്നവർ, ഒന്നാമത് യഹൂദനും പിന്നെ യവനനും, അത് വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുവാനായിട്ട് ഈ സുവിശേഷം ദൈവശക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സുവിശേഷത്തിൻ്റെ വ്യാപനം നമുക്ക് ആവശ്യമാണ്. ജയിലുകളിലൊക്കെ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ പുറത്തുനിന്ന് പലരും ഞങ്ങളോട് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ജയിലിലൊക്കെ പോയി അറിയിക്കേണ്ട കാര്യമുണ്ടോ, അവരൊക്കെ കുറ്റവാളികളല്ലേ. മഹാത്മാഗാന്ധി പറഞ്ഞൊരു കാര്യം ജയിലിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹെയ്റ്റ് ക്രൈം നോട്ട് ക്രിമിനൽ. പക്ഷെ ബൈബിൾ വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന് ആ ആശയം കിട്ടിയത് സുവിശേഷത്തിൽ നിന്നാണ്. പാപത്തെ വെറുക്കണം, പാപിയെ സ്നേഹിക്കണം. പ്രിയരെ, ജീവിതത്തിൽ വഴിവിട്ടു പോയ അനുഭവങ്ങൾ പലതാണ്. അതിലൂടെ ഈ ലോകം വേണമെങ്കിൽ അവർക്ക് നൽകുന്ന ശിക്ഷയാണ്. ലോക്കപ്പ് ഇന്ന് വരെ ആരെയും മാനസാന്തരപ്പെടുത്തിയിട്ടില്ല. ജയിലിൻ്റെ ഇടിമുറികളും ഇന്ന് വരെ ആരെയും മാനസാന്തരപ്പെടുത്തിയിട്ടില്ല. ഹോസ്പിറ്റലിൽ ICU വെന്റിലേറ്ററോ ആരെയും മാനസാന്തരപ്പെടുത്തിയിട്ടില്ല. പക്ഷേ സത്യസുവിശേഷം അത് പ്രസംഗിക്കപ്പെടുന്നിടത്ത് വിശ്വസിക്കുന്ന ജീവിതങ്ങൾക്ക് അത്ഭുതകരമായ രൂപാന്തരം നൽകുവാൻ സുവിശേഷത്തിന് കഴിയും. അതുകൊണ്ട് സുവിശേഷം ജയിലിലാണേലും പുറത്താണേലും ഇത് ദൈവശക്തിയാണ്. ഇത് ആയിരങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ വീട് ചോറ്റാനിക്കരയാണെന്ന് പറഞ്ഞല്ലോ. എൻ്റെ അച്ഛൻ ഒരു സ്വർണ്ണപ്പണിക്കാരനാണ്. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറി പാർത്ത സ്വർണ്ണപ്പണിക്കാരാണ്. ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ജോലിയാണ്. എൻ്റെ അച്ഛൻ്റെ പേര് ഗുരുവായൂർ കൃഷ്ണൻ. അദ്ദേഹം ഗുരുവായൂരായിരുന്നു. എൻ്റെ അച്ഛൻ ചോറ്റാനിക്കരയിൽ വന്ന് ചോറ്റാനിക്കര വിവാഹം കഴിച്ച് ചോറ്റാനിക്കരയിൽ ആണ് ആ ക്ഷേത്രത്തോടുള്ള ബന്ധം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ജനിക്കുന്ന സമയം എൻ്റെ വീട്ടിൽ വലിയ കുഴപ്പമൊന്നുമില്ല. സ്വർണ്ണപ്പണിയാണല്ലോ, അത്യാവശ്യം നല്ല സാമ്പത്തിക വരുമാനമൊക്കെ ഉണ്ട്. ഞാൻ ജനിക്കുന്നത്, എനിക്ക് മൂത്തത് ഒരു സഹോദരി, എനിക്ക് താഴെ 4 സഹോദരങ്ങൾ, 6 മക്കളാണ്. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ സമയവും ഞങ്ങൾ ഈ യാഥാസ്ഥിതിക ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചോർത്താണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര വിശ്വാസത്തിൻ്റെ കൂടായിരുന്നു. ഞാൻ ജനിക്കുന്നത് കർക്കിടക മാസത്തിൽ കർത്തവാവിൻ്റെ അന്ന് അർദ്ധരാത്രി. എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കർക്കിടക മാസത്തിൽ കർത്തവാവിൻ്റെ അന്ന് അർദ്ധരാത്രി. കർക്കിടക മാസം എന്ന് വെച്ചാൽ പഞ്ഞമാസം, പട്ടിണി മാസം എന്ന് പണ്ട് പറയും. പക്ഷേ ഇപ്പം പരിഷ്കരിച്ച് ഞങ്ങളത് രാമായണ മാസമാക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ അമാവാസി അല്ലെങ്കിൽ കർത്തവാവെന്ന് പറയുന്നത് മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ബലിതർപ്പണം ചെയ്യുന്ന രാത്രി. അന്ന് രാത്രിയാണ് ഞാൻ വീട്ടിൽ ജനിച്ചത്. എൻ്റെ വീട്ടുകാർക്ക് മകൻ ജനിച്ചതിലൊരു സന്തോഷം ഉണ്ടെങ്കിലും എന്തോ സമയവും കാലവും ഒക്കെ നോക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട്. അങ്ങനെ നേരെ ചോറ്റാനിക്കരയിലുള്ളൊരു ജ്യോത്സ്യൻ്റെ അടുക്ക് കൊണ്ടുപോയി എൻ്റെ ഭാവി അറിയാൻ. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിനകത്ത് എൻ്റെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം വളരെ സമയം നോക്കിയിട്ട് മറുപടി പറഞ്ഞില്ല. എൻ്റെ പിതാവ് ചോദിച്ചു, എൻ്റെ ജ്യോത്സ്യൻ ഒന്നും മിണ്ടാത്ത. അദ്ദേഹം പറഞ്ഞു, ജന്മം കൊണ്ടോ ജീവിതം കൊണ്ടോ ഈ കുഞ്ഞിനെക്കുറിച്ച് ഒന്നും മനസ്സിലാകുന്നില്ല. 35 വയസ്സ് വരെ ഒരുവിന് കണ്ടകശനിയാണ്, അത് കൊണ്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് തിരിയണില്ല എന്ന് പറഞ്ഞു. നല്ല വെളിച്ചമുണ്ടെങ്കിൽ എന്നെ എപ്പോഴും കാണത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ശരി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം, നമ്മെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മുടെ ഭാവി ഇരിക്കുന്നത്. എത്ര പേര് സ്വത്രം പറയൂ? ഈ ലോകമല്ല നമ്മളെ അനലൈസ് ചെയ്യേണ്ടത്, ദൈവമാണ്. ഇന്ന് രാത്രി ആ ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിലാണ് നമ്മളിരിക്കുന്നത്. എൻ്റെ മാതാപിതാക്കൾക്ക് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവരെന്നെ വളർത്താൻ ആഗ്രഹിച്ചത്. എന്നാൽ ഈ കേട്ട വാർത്ത അവർക്ക് വലിയ സങ്കടം തോന്നി. 10 ഷീറ്റ് പേപ്പറിൽ പരിഹാര കർമ്മമൊക്കെ എഴുതി കൊടുത്തു. അമ്മയെന്ന് വിളിക്കുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ ഞാൻ നല്ലവനായി 35 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ വേണ്ടി. 35 കഴിഞ്ഞാൽ പിന്നെ ശുക്രദശയാണ്.
അത് കഴിഞ്ഞ പിന്നെ രാജയോഗ. അതുകൊണ്ട് അതുവരെ പിടിച്ചു നിർത്താൻ വേണ്ടി എൻ്റെ മാതാപിതാക്കൾ പണിയെടുത്ത് കിട്ടുന്ന പകുതി പണവും മുടക്കി അവർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തായിരുന്നാലും നമ്മുടെ ലോകം നമുക്കറിയാമല്ലോ. 9-ാമത്തെ വയസ്സിൽ പുകവലിച്ച് തുടങ്ങി, 13-ാമത്തെ വയസ്സിൽ ലഹരി മരുന്നിലേക്ക് പ്രവേശിച്ചു, 10-15 വയസ്സായപ്പോൾ സ്വർണ്ണം പണിയൊക്കെ പഠിച്ച് സ്വന്തമായി കാശ് കിട്ടാൻ തുടങ്ങി. പിന്നെ ഒരു താന്തോന്നിയായി മറ്റുള്ളവരുടെ മുമ്പിൽ വീട്ടുകാർക്ക് ഞാൻ മോശക്കാരനാണ്, നാട്ടുകാർക്ക് നല്ല മകനാണ്, ഒരു കുഴപ്പമില്ല, അവർക്ക് എന്തോ സഹായം വേണേ. പക്ഷേ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ തലവേദനയായി. 17 വയസ്സ് മുതൽ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് മാറി. കൂട്ടുകാർക്ക് വേണ്ടി തല്ലുണ്ടാക്കാൻ, അല്ല ഗുണ്ടയായിട്ട് പോയത്, കൂട്ടുകാർക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കാനും മദ്യപിച്ച് ഇങ്ങനെ നടന്നു. ഒടുവിലായിട്ട് എൻ്റെ ജീവിതം ഇരുളിലായി. ലഹരിയിൽ നിന്ന് ഒരിക്കലും മാറാൻ കഴിയാത്ത നിലയിൽ എൻ്റെ ജീവിതം ഞാൻ അധപ്പതിച്ചു പോയി. വളരെ പ്രതീക്ഷയോടെ മാതാപിതാക്കൾ വീണ്ടും എൻ്റെ മാറ്റത്തിന് വേണ്ടി അവരവരുടെ കാര്യം ചെയ്തുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ യാത്ര ചെയ്തു. 24-ാമത്തെ വയസ്സിൽ ഈ ലഹരിയുടെ ഉപയോഗം എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞു. ഞാനും എൻ്റെ സ്നേഹിതനും മദ്യപിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്രശ്നമുണ്ടായി. എൻ്റെ സ്നേഹിതൻ എൻ്റെ കരങ്ങളാൽ മരണപ്പെട്ടു. ചില ദിവസങ്ങൾ ഞാൻ ഒളിച്ചു നടന്നു. 5-ാമത്തെ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഞാൻ ഹാജരായി. സമാധാനമില്ല, സ്വസ്ഥതയില്ല, സുബോധമില്ലാതെ മദ്യത്തിൻ്റെ ലഹരിയിൽ സംഭവിച്ചതാണ്. സുബോധം വന്നപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ മനസാക്ഷി എന്നെ വേട്ടയാടാൻ തുടങ്ങി. ഏകദേശം ജ്യോത്സ്യം പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ശരിയായി. ഇത് നിമിത്തം എൻ്റെ പിതാവ് മാനസിക രോഗിയായി. ഒരു കുറ്റവാളിയുടെ അപ്പനെന്നും അല്ലെങ്കിൽ സഹോദരങ്ങൾ, ഒരു കൊലപാതകൻ്റെ സഹോദരങ്ങളെന്ന പേരിൽ നാട്ടുകാർ ഒറ്റപ്പെടുത്തി. എൻ്റെ വീട്ടിനകത്ത് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത ദിവസം 7 പേർ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തു. എന്നാൽ എൻ്റെ അനിയന്മാർ പൊട്ടിക്കരഞ്ഞു. അവർ ഭയന്നിട്ട് പൊട്ടിക്കരഞ്ഞ് എൻ്റെ പിതാവ് തീരുമാനത്തിൽ മാറി. എന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. തെളിവെടുക്കാൻ വേണ്ടി ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് എന്നെ ഇറക്കി. 4-5 ദിവസം പത്രമാധ്യമങ്ങളിലൂടെ എന്നെക്കുറിച്ചുള്ളതായ പൊടിപ്പും തൊങ്ങലും വെച്ച് എഴുതിയ വാർത്തകളൊക്കെ പറഞ്ഞ് എന്നെ കാണാൻ വേണ്ടി നേരിട്ട്, ഇന്ന് പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണാം, അന്ന് അങ്ങനെ കാണാൻ പറ്റത്തില്ലല്ലോ, വന്നു. 10-40 ഉദ്യോഗസ്ഥന്മാരുടെ നടുവിലൂടെ കയ്യാമം വെച്ചവനായി തല താഴ്ത്തി പിടിച്ച് ആ ദേശത്തിലൂടെ എല്ലാവർക്കും നല്ലവനാണെന്ന് പറഞ്ഞ് നടന്ന് ഞാനിപ്പോൾ കുറ്റവാളിയായി പിടിക്കപ്പെട്ട് മുന്നോട്ട് പോകുകയാണ്. പ്രിയരെ, ഒരു മനുഷ്യ ജീവിതം തകരുന്നത് എങ്ങനെയാണ്? ഞാനും ലഹരി മരുന്നുകളുടെ ഉപയോഗം നിമിത്തം ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞാനും ചിന്തിച്ചു, എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും? എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ച ആചാരങ്ങൾ, കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ ഞാനും ചെയ്തു നോക്കി. പക്ഷേ രക്ഷ കിട്ടിയില്ല. ഒടുവിലായിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. എന്താണെന്ന് എനിക്കറിയത്തില്ല. നന്നായി ജീവിക്കണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. അങ്ങനെ ഒടുവിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് 1993 ഒക്ടോബർ മാസം 13-ാം തീയതി ഞാൻ ജീവന് ശിക്ഷിക്കപ്പെട്ടവനായി കടന്നു വന്നു. ജയിലിൻ്റെ അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്കൊരു മുറിയിൽ ഞാൻ താമസം ആരംഭിച്ചു. സമാധാനവും സ്വസ്ഥതയുമില്ല. അതിനകത്തും കിട്ടും ലഹരി മരുന്നൊക്കെ, അതിനകത്തും കിട്ടും. അപ്പോൾ അങ്ങനെ ആ ലോകത്ത്, പുറം ലോകത്തിൽ നിന്ന് വേറെ ലോകത്തിലേക്ക് വന്നു. പക്ഷെ രാത്രി ഉറക്കമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ പിതാവ് അതിനിടയിൽ മരിച്ചു. എൻ്റെ സഹോദരങ്ങളും എൻ്റെ അമ്മയും ഒറ്റപ്പെട്ടു. അവരെക്കുറിച്ചുള്ള ചിന്ത ജയിലിൽ വന്നപ്പോഴാണ് വന്നത്. അവരെക്കുറിച്ച് ഓർക്കാൻ തുടങ്ങി. വലിയ വേദനകളായി. മനസ്സിൻ്റെ സമാധാനം, മനസാക്ഷി വേട്ടയാടുന്നല്ലോ. എല്ലാം കൊണ്ട് സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ കാരാഗ്രഹത്തിൽ കഴിഞ്ഞ് വരവേ ഒരു രാത്രി ഉടുമുണ്ട് കയറാക്കി ജയിലിനകത്തുള്ള കഴുക്കോലി തൂങ്ങി മരിക്കാൻ തീരുമാനിച്ചു. നടന്നില്ല. കാരണം എൻ്റെ കൂടെ 10-44 തടവുകാർ വേറെയും കിടപ്പുണ്ട്. അതുകൊണ്ട് അവരൊക്കെ ഉറങ്ങിയെങ്കിലേ പറ്റത്തുള്ളൂ. കഴിഞ്ഞില്ല. അതിന് അവസരം കാത്തിരിക്കുന്ന സമയത്താണ് എൻ്റെ കൂടെ കിടക്കുന്നൊരു തടവുകാരൻ്റെ കയ്യിൽ നിന്നൊരു വിശുദ്ധ വേദപുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയത്. എനിക്കറിയത്തില്ല. ഉപദേശിമാരൊക്കെ വഴിയിൽ നിന്ന് വിളിച്ച് പറയാൻ കേട്ടിട്ടുണ്ട്, യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു പരിശുദ്ധാത്മാവിനെ നൽകുന്നു, യേശു രാജാവായി വേഗം വരുന്നു എന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, വിദേശ ദൈവത്തെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണ്ട. 33 കോടി അതിൻ്റെ സബ്ബുമൊക്കെ ആയിട്ട് ഒരുപാട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇനി ഒരു പുതിയ ഒരെണ്ണത്തിന് വിദേശത്ത് നിന്ന് വേണ്ടെന്ന് പറഞ്ഞ് അവരെ കളിയാക്കിക്കൊണ്ട് നടന്ന രാധാകൃഷ്ണൻ ഒടുവിലായി അഭയം പ്രാപിച്ചത് വചനത്തിലാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചേതും പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചങ്ങളെ വെടുക്കും തുളച്ചുള്ള ഹൃദയത്തിലെ ചിന്തകളും ഭാവങ്ങളും വിവേചിക്കുന്നതാണ്. ഈ വചനം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. നമ്മുടെ ജീവിതം എത്ര അധപ്പതിച്ചു പോയാലും ഈ വചനത്തിനകത്തു നീ പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതം മാറും. എനിക്കറിയത്തില്ല, ബൈബിൾ ഞാൻ വായിക്കാൻ തുടങ്ങി. എനിക്ക് സമാധാനത്തിന് വേണ്ടി വായിച്ചതാ. ആദ്യമായി വായിച്ചത് നെഹമ്യാവിൻ്റെ പുസ്തകമാണ്. നെഹമ്യാവിൻ്റെ പ്രാർത്ഥന, നെഹമ്യാവിൻ്റെ ജീവിതത്തിലുള്ളതായ പ്രാർത്ഥനകളുടെ മറുപടി എന്നെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു.
രാമനാമം ജപിക്കാനും ശ്ലോകം ചൊല്ലാനും മാത്രം പഠിച്ച രാധാകൃഷ്ണൻ നെഹമ്യാവിൻ്റെ 1-2 അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോൾ നെഹമ്യാവ് ഒരു കാര്യം ദൈവസന്നിധി വെച്ചു, അതിന് മറുപടി കൊടുത്തു എന്ന് എനിക്ക് മനസ്സിലായി. ആദ്യമായി ബൈബിൾ വായിച്ചപ്പോൾ കിട്ടിയ ആ അറിവ് വെച്ചുകൊണ്ട് രാധാകൃഷ്ണൻ വായിച്ചു, പ്രാർത്ഥിച്ചു. അന്ന് രാത്രി സുഖമായി കിടന്നുറങ്ങി. അതായിരുന്നു ദൈവിക സന്ദർശനം. 5 വർഷമായിട്ട് ഈ സംഭവത്തിന് ശേഷം ഉറങ്ങാതെ കിടന്ന് ഞാൻ അന്ന് രാത്രി സുഖമായി കിടന്നിറങ്ങി. എനിക്ക് മനസ്സിലായി ഈ പുസ്തകത്തിനകത്ത് എന്തോ എന്നെ സ്വാധീനിക്കുന്നത് എന്തോ ഉണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ജയിലിനകത്ത് കയറി അന്ന്, എന്തുകൊണ്ടാണ് ഈ നല്ല യൗവനത്തിൽ ഈ കാരാഗ്രഹത്തിനകത്ത് കിടക്കാൻ പാകത്തിന് ഞാനിങ്ങനെ ആയിപ്പോയത്? എന്തുകൊണ്ടാണ്? അത്യാവശ്യം നല്ല ജോലി അറിയാം, അത്യാവശ്യം ചെറിയ വിദ്യാഭ്യാസം എനിക്കുണ്ട്, എനിക്ക് സ്നേഹിക്കുന്ന മാതാപിതാക്കളുണ്ട്, ഇത്രയൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് നമുക്കറിയാം ബസ്സിലൊക്കെ പോകുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ള പുസ്തകങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും, പലതും അറിയാനുള്ള. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എനിക്കറിയത്തില്ല. എന്നാൽ പിറ്റേ ദിവസം ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ 1-ാം സങ്കീർത്തനം കിട്ടി. 1-ാം സങ്കീർത്തനം. എൻ്റെ ചോദ്യം എന്താ, എന്തുകൊണ്ടാണ് ഇങ്ങനെ? 1-ാമത്തെ വാക്യം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പെടുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ വന്നത് ദുഷ്ടന്റെ ആലോചന പ്രകാരം നടന്നതുകൊണ്ടാണ്, പാപിയുടെ വഴിയിൽ നിന്നതുകൊണ്ടാണ്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നത് കൊണ്ടാണ്. എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ചോദിച്ചു, പിന്നെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? 2-ാമത്തെ വാക്യം വായിച്ചു. എന്താണ്? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരുത് നട്ടിരിക്കും, തക്ക കാലത്ത് ഫലം കായ്ക്കും, ഇലകവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അങ്ങനെ ഈ 2-ാമത്തെ 3-ാമത്തെ വാക്യം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ പുസ്തകത്തിന് അകത്തുള്ള വചനങ്ങൾക്ക് എന്നോടെന്തോ ഒരു സ്വാധീനമുള്ളതാണ് എനിക്ക് മനസ്സിലായി. അങ്ങനെ എല്ലാ രാത്രിയും ഉറങ്ങാൻ വേണ്ടി ബൈബിൾ വായിച്ച രാധാകൃഷ്ണൻ ചില ദിവസം കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണം ശിശുപാലകനായി ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തിയെ നടത്തുന്നത് പോലെ എന്നെയും പൂജപ്പുര സെൻട്രൽ ജയിലിനകത്തുള്ള ആരാധനാലയത്തിലേക്ക് എന്നെ നടത്തി. ഞാൻ അങ്ങനെ ആരാധനാലയത്തിലേക്ക് കടന്നു വന്നു. അവിടെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, ഒരുപാട് തടവുകാർ ഒരുമിച്ച് കൂടിയിരുന്ന് കൈകളടിച്ച് പ്രാർത്ഥിക്കുന്നു, പാടുന്നു. അപ്പം ഞാൻ പറഞ്ഞത് പെന്തക്കോസുകാരുടെ പരിപാടിയല്ലേ, ശരിയാവില്ല, മടങ്ങിപ്പോകാൻ പോയി. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ് അകത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ അകത്ത് കയറിയിരുന്നു. അപ്പോൾ 120 അധികം തടവുകാരുണ്ട്. അപ്പോൾ 4-5 ദൈവദാസന്മാരവിടെ വന്നിട്ടുണ്ട്. അതിലേറ്റവും പൊക്കം കുറഞ്ഞ ഒരാൾ, ആളാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, മോസസ് പാസ്റ്റർ. അദ്ദേഹം ആരാധന കഴിഞ്ഞ ഉടനെ അദ്ദേഹം എഴുന്നേറ്റ് സങ്കീർത്തനം വായിച്ചു. അന്ന് വായിച്ച സങ്കീർത്തനം 1-ാം സങ്കീർത്തനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, ദൈവത്തിനൊന്നും മറഞ്ഞിരിക്കുന്നില്ല. നമ്മളോട് ദൈവത്തിന് ഇടപെടാനായിട്ട് ഐഡിയയുടെ കണക്ഷനൊന്നും ദൈവത്തിന് വേണ്ട. ആത്മാവിനാൽ വചനത്തിലൂടെ ദൈവം ഈ സുവിശേഷം എൻ്റെ ജീവിതത്തെ അത്ഭുതകരമായ മാറ്റത്തിലേക്ക്. എന്നെ കണ്ട വല്ല കുഴപ്പം വല്ലതും ഉണ്ടോ? ഒരു കുഴപ്പമില്ല. നാട്ടുകാർക്ക് സമ്മതൻ, വീട്ടുകാർക്ക് കൊള്ളൂല്ലാത്തവൻ. പക്ഷെ പോലീസ് അറസ്റ്റ് ചെയ്ത് വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇവൻ ഇതുപോലെ ദുഷ്ടനാണ്, നീചനാണെന്ന് മനസ്സിലായത്. ബൈബിൾ പറയുന്നു, മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്ന, അതിൻ്റെ 18 മുതൽ വായിക്കാൻ നമ്മൾ കാണുന്നത്, മനുഷ്യൻ്റെ അകത്തേക്ക് ചെല്ലുന്നതൊന്നും അവനെ അശുദ്ധമാക്കുന്നില്ല, അവൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതാണ് അവനെ അശുദ്ധമാക്കുന്നത് എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് മനുഷ്യൻ്റെ അകത്ത് എന്താണ്? ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗമം, കൊലപാതകം, മോഷണം, അതുപോലെ അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, അങ്ങനെ ഒരു 13 കൂട്ടം കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ, ഒരു ചെറിയ ഹൃദയത്തിൽ വസിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതങ്ങനെ വേദികളൊന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല, പക്ഷേ എൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു വചനമായത്. എന്തുകൊണ്ടാണ് ഞാനിവിടെ ജയിലിൽ വന്നത്? എൻ്റെ ഹൃദയത്തിനകത്ത് എന്തോ അവൻ എന്നെ കൺട്രോൾ ചെയ്യുന്ന മറ്റെന്തോ ഉണ്ടെന്ന് മനസ്സിലായി. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വ്യഗ്രത ബൈബിൾ വായിച്ചപ്പോൾ മനസ്സിലായത് പാപമാണ്. നന്മ ചെയ്യുവാനുള്ള ആഗ്രഹം എനിക്കുണ്ടെങ്കിൽ ഇച്ഛിക്കാത്ത തിന്മ എത്രയും ചെയ്യുന്ന, ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നെങ്കിൽ ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം. അപ്പോൾ പാപം ഇതിങ്ങനെ ഹൃദയത്തിൽ ഇരുന്നാൽ ആരും കാണത്തില്ല, പുറമേ അല്ലേ. 6000 ഭൂതമുള്ള ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകും. കാരണം വസ്ത്രം ഉപയോഗിക്കത്തില്ല, അവൻ ശരീരം മുഴുവൻ ചതച്ച് അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഭീതിയായിട്ട് നടക്കുക. പക്ഷേ ഈ ഹൃദയത്തിനകത്ത് ഇങ്ങനെയുള്ള ദുശ്ചിന്തയും വ്യഭിചാരവും പരസംഗമൊക്കെ ഉള്ള ഒരു വ്യക്തിയെ കണ്ടാൽ തിരിച്ചറിയത്തില്ല. കാരണം നയമാൻ എന്ന കുഷ്ഠരോഗിയെ പോലെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വസ്ത്രങ്ങളൊക്കെ ഇട്ട് നടക്കും. എന്നാൽ ഒരു കാര്യം പറയട്ടെ, നയമാൻ്റെ ഭവനത്തിനകത്തിരുന്ന ഒരു കൊച്ചു കുഞ്ഞ് സുവിശേഷം പറഞ്ഞ നിമിത്തം നയമാൻ്റെ കുഷ്ഠം മാറിയതുപോലെ അവൻ ജയിലിനകത്ത് വന്ന് ദൈവദാസന്മാർ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാനും വിശ്വസിപ്പാനും
യോഗ്യമായ വചനമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ട് പറയാം, ആ പാപികളിൽ ഞാൻ ഒന്നാമനാണെന്ന് താൻ പറഞ്ഞതുപോലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഞാനും വിളിച്ചു പറഞ്ഞു, ഞാൻ ആ പാപികളിൽ ഒന്നാമനാണ്. പാപത്തിൽ നിന്ന് രക്ഷയുണ്ടോ? എൻ്റെ ചോദ്യം ഒന്നാമത്തെ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ദുഷ്ടതയുള്ള ഹൃദയത്തിന് മാറ്റം വരുമോ? മൂന്നാമത്തെ ചോദ്യം, ഈ പാപത്തെ ശുദ്ധീകരിക്കുന്ന കഴുകിക്കളയാൻ എന്ത് സംവിധാനം? ഞാൻ സ്വർണ്ണപ്പണിക്കാരനായതുകൊണ്ട് സ്വർണ്ണം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ എനിക്കറിയാം. ആസിഡ് വേണം. അപ്പം അങ്ങനെ ഞാനിങ്ങനെ 3 ചോദ്യമായിട്ട് നടക്കുമ്പോഴാണ് സുവിശേഷം ഞാൻ കേൾക്കാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. ഈ ജയിൽ സുവിശേഷീകരണം എന്ന് പറയുന്നത്, ഇത് ദൈവം അത് നമുക്ക് വേണ്ടി, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. പ്രിയരെ, ഈ അറിവ് ഇടം കൈ ചെന്ന് വലം കൈ അറിയ ഇന്നുള്ള ബോധം എനിക്ക് അന്നുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തൊന്നും മരണപ്പെടത്തില്ല. ഈ വചനത്തെ ഞാൻ സ്വീകരിച്ച് എൻ്റെ ചെറുപ്രായത്തിൽ നന്നായി ജീവിച്ചിരുന്നെങ്കിൽ ഒരു അനർത്ഥത്തിലേക്ക് എൻ്റെ കുടുംബം പോകത്തില്ലായിരുന്നു. എന്നാൽ ഈ ജയിലിനകത്ത് വെച്ചെങ്കിലും ഈ സത്യസുവിശേഷം കേൾക്കാൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചതോർത്ത് ഞാൻ ഇന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഞാനും ഈ മിഷനോടുകൂടെ പ്രവർത്തനത്തിൽ പങ്കാളിയാണ്. ചാലക്കുടിയിലെ ഇരിങ്ങാലക്കുട സബ് ജയിലിലും ചാവക്കാട് ജയിലിലും ഒക്കെ ഞാനും പോകുന്നു. ജയിലുകളിൽ കിട്ടുന്ന അവസരങ്ങൾ പോകുന്നു. എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർ വിളിച്ചാൽ സാക്ഷ്യം പറയാൻ പോകുന്നു. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ക്രിസ്തുയേശുവിൽ അല്ലാതെ ഒരു പാപിയുടെ ജീവിതത്തെ മാറ്റം വരുത്താൻ മറ്റൊന്നും കഴിയത്തില്ല. കാരണം പാപത്തെ കൈകാര്യം ചെയ്യുന്ന കോടതികൾ ഇവിടെ ഇല്ല. പാപം ചെയ്തവനെ ശിക്ഷിക്കുന്ന കോടതികൾ ഇവിടെ ഉണ്ട്. പക്ഷെ പാപത്തെ കൈകാര്യം ചെയ്യുന്ന ലോക്കപ്പുകൾ ഇവിടെ ഇല്ല. പാപത്തെ കൈകാര്യം ചെയ്യുന്ന ഇടിമുറികൾ ജയിലുകളിലില്ല. പാപത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനം ഉലകത്തിൽ ഒറ്റയാൾക്കേ അത് കഴിയത്തുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തു. ആ യേശുവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ടാണ് രാധാകൃഷ്ണന്റെ പേരല്ല മാറിയത്. എന്നെ ക്രിമിനൽ പശ്ചാത്തലത്തേക്ക് നയിച്ച പാപത്തിന്റെ കൊടൂരമായ ശക്തി മാറിപ്പോയിട്ട് വചനം പറയുന്നത് പോലെ ഞാൻ നിനക്ക് പുതിയ ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ നിന്റെ ഉള്ളിലാക്കും, എൻ്റെ ചട്ടങ്ങളിൽ നിന്നെ നടത്തുമാറാക്കുമെന്ന് വചനം പറയുന്നത് പോലെ ഒരു പുതിയ അനുഭവത്തിലേക്ക് കാരാഗ്രഹത്തിൽ വെച്ച് കർത്താവ് എന്നെ നടത്തി. അതിന് ഈ ദൈവദാസന്മാരെയൊക്കെയാണ് ദൈവം ഉപയോഗിച്ചത്. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, സുവിശേഷം ഇന്നും പരാജിതപ്പെട്ടിട്ടില്ല. സുവിശേഷം ഇന്നും അതിൻ്റെ ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുക. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ, പാപം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിധൈര്യത്തോടെ വിളിച്ചു പറയാം, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. അതാ ഇവർ ചെയ്യുന്നത്, നാം ചെയ്യേണ്ടത്. അതിന് മാത്രമേ മാനവരാശിയുടെ ജീവിതത്തിന് സമാധാനവും സന്തോഷവും പകരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് മുരളീധരൻ സാറും ഞങ്ങളൊക്കെ ഊമവിഗ്രഹങ്ങളെ സേവിച്ച് നടന്ന് ഞങ്ങൾക്ക് ഒരു യോഗ്യതമില്ലാത്ത സ്ഥാനത്ത് കൃപയിലേക്ക് അടുത്തു വരാൻ യേശുവിലൂടെ ഒരു മാറ്റം ഞങ്ങൾക്ക് തന്നത്. ഞാൻ എൻ്റെ വാക്കിവിടെ അവസാനിപ്പിക്കട്ടെ. സമയത്തിൻ്റെ പരിമിതി ഉണ്ട്. അനുഗ്രഹിക്കുന്ന വചനം നമുക്ക് കേൾക്കണം. പ്രിയരെ, ഇങ്ങനെ മാറ്റം വരുത്താൻ ആർക്കാ കഴിയുക? ലോകത്തിൽ ഒരുപാട് സംവിധാനമുണ്ട്. പക്ഷേ ആ സംവിധാനങ്ങൾക്കൊന്നും കഴിയുന്നില്ല. പക്ഷേ യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപമൊക്കെ ശുദ്ധീകരിച്ചൊരു പുതിയ മനുഷ്യനായി മാറി. ഒരുത്തൻ ക്രിസ്തുവിലായി പുതിയ സൃഷ്ടിയായി. പഴയത് കഴിഞ്ഞു പോയി. ഞാൻ എൻ്റെ അമ്മയ്ക്ക് കത്തെഴുതി ഒരു പുതിയ മകനായി മാറിയെന്ന്. അമ്മ പറഞ്ഞു, മാർഗവാസിയായിട്ട് നീ ഇങ്ങോട്ട് വരണ്ടാന്ന്. അപ്പം ഞാൻ തീരുമാനിച്ചു മോസസ് ഭാഷ കൂടെ സുവിശേഷ വേല ചെയ്യാമെന്നാണ് വിചാരിച്ചത്. സത്യമായിട്ടും പക്ഷേ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം വായിച്ചു വന്നപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ വീട്ടിൽ പോടാന്ന്. ഞാൻ നിനക്ക് ചെയ്ത് നിൻ്റെ വീട്ടിൽ ചെന്ന് വീട്ടുകാരോടും നാട്ടുകാരോടും പറയാൻ പറഞ്ഞു. വീട്ടിൽ ചെന്ന് പറഞ്ഞില്ല, വീട്ടിൽ ജീവിച്ചു നാട്ടുകാരോട് പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച സാറ് വന്ന് പ്രസംഗിച്ച സ്ഥലത്തിന് തൊട്ടടുത്ത് ഒരു ആരാധന തുടങ്ങാൻ കർത്താവ് കൃപ ചെയ്തു. സുവിശേഷം ഇന്നും അനേകരെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കൈകോർക്കാം. ആരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ദൈവദാസന്മാരെയാണ്. അവർ അത്യുധ്വാനം ചെയ്യുന്നു. ജയിലിൽ സുവിശേഷം അറിയിക്കാമെന്ന ആയിരക്കണക്കിന് ദൈവദാസന്മാരെ എനിക്കറിയാം. പക്ഷേ ഇദ്ദേഹത്തെ വർഷങ്ങളോളം, ഏകദേശം 84 ഇത് ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേട്ട സാക്ഷ്യത്തിൻ്റെ ഒരു പദം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. കയ്യാമം വെച്ച് എന്നെ കൊണ്ടുപോയതുപോലെ കേസിന് വേണ്ടി കൊണ്ടുപോകുന്ന തടവുകാരെ കണ്ടപ്പോൾ തൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം കൊടുത്ത ദർശനമാണ് ഈ ക്രൈസ്റ്റ് മിഷൻ ഫോർ പ്രിസൺ. ഇന്നും അത് നടത്താൻ അദ്ദേഹത്തിൻ്റെ താടി ഇത്തിരി നരച്ചൊന്നും മാത്രമേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നും ഇതുവരെ വന്നിട്ടില്ല. കർത്താവ് ദീർഘായുസ് കൊടുക്കട്ടെ. ഇനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി ജയിലുകളിൽ അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ, എന്നെപ്പോലെ ഒരു വലിയ കൂട്ടത്തെ വാർത്തെടുക്കുവാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എനിക്ക് പ്രകാരം അവസരം ഒരുക്കി തന്ന കർത്തദാസനും ഇതിൻ്റെ സംഘാടകർക്ക് ഹൃദയംഗമായി നന്ദി അറിയിച്ചുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു.